ചില ആൾക്കാർക്ക് നമ്മളുടെ അത്രയും കഴിവുണ്ടാവില്ല. പക്ഷെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവര് നമ്മളെക്കാട്ടിലും ഫാസ്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് സക്സസ് ആവുന്നത് കണ്ടിട്ട് നമ്മൾ അന്തം വിട്ട് നിന്നിട്ടില്ലേ? എന്താണ് അതിന്റെ കാരണം എന്നറിയോ? അതിനെ പറയുന്നതാണ് ഈ ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ് എന്ന് പറയുന്നത്. കാരണം അവർക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് വളരെ കുറച്ച് ധാരണ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ഒരു ധാരണയില് അവർക്കത് കൂടുതലായിട്ട് അറിവുണ്ട് എന്ന് ചിന്തിച്ചിട്ട് അവരതിന്റെ വരും വരായികകളെ കുറിച്ച് ആലോചിക്കാതെ അവർ ആ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തു തുടങ്ങും. നമ്മൾ എന്താണ്, നമ്മൾ അതിന്റെ ഉള്ളിലുള്ള സംശയങ്ങൾ വെച്ചിട്ട് നമ്മള് ഇന്ന് വേണോ നാളെ വേണോ എന്ന് ചിന്തിച്ച് ഡൗട്ട് അടിച്ചിരിക്കും. ശരിക്ക് ആ ഡൗട്ട് നമ്മളുടെ ഇന്റലിജൻസിന്റെ തെളിവാണ്. പക്ഷെ ആ തെളിവ് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പലപ്പോഴും ഇതുപോലുള്ള ഓവർ തിങ്കിങ് ആണ് ഒരു കെണിയായിട്ട് നമ്മൾക്ക് വരുന്നത്. നമ്മൾ കുറെ പ്ലാൻ ചെയ്യും, കുറെ കാര്യങ്ങൾ പരിശോധിക്കും, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. പക്ഷെ നമ്മളത് ചെയ്യാനായിട്ട് വൈകിച്ചോണ്ടേയിരിക്കും. നേരെ മറിച്ച് ആ വ്യക്തിക്ക്, മറ്റേ വ്യക്തിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. അവൻ ചിലപ്പോ ഇതൊന്നും ചിന്തിക്കാതെ അവനത് ചെയ്യും. അതിൽ തെറ്റുകൾ പറ്റും, അവനത് ശരിക്കും വീണ്ടും അഡ്ജസ്റ്റ് ചെയ്തും വീണ്ടും അവൻ മുന്നോട്ട് പോകും. നമ്മൾ ചിന്തിക്കുന്നിടത്ത് അവൻ ചെയ്ത് തീർത്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. കാരണം പണം എന്ന് വരുന്നത്, സക്സസ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ്. നിങ്ങൾക്ക് എത്ര ഡിഗ്രി എന്നുള്ളതല്ല നോക്കുന്നത്, നിങ്ങൾക്ക് എത്രത്തോളം അത് ഭംഗിയായി ചെയ്യാൻ കഴിയുമെന്നല്ല നോക്കുന്നത്, നിങ്ങൾക്ക് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ആ കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, അവിടെയാണ് റിസൾട്ട് വരുന്നത്. കാരണം ജനങ്ങൾ നോക്കുന്നത് ഇത് ഒന്നും ചിന്തിക്കാതെ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് അവരിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളതാണ്. അപ്പൊ എന്താണ് തീരുമാനിക്കുന്നത്? ആക്ഷനാണ് തീരുമാനിക്കുന്നത്. അവിടെയാണ് റിസൾട്ട് വരുന്നതും അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് പണം കയ്യിലോട്ട് വരുന്നതും. ആ മേഖലയില് നമുക്ക് കുറെ കാര്യങ്ങൾ അറിവുള്ളതുകൊണ്ട് അത് പരിമിതമാണ്, ഇനിയും പഠിക്കണം എന്നുള്ളൊരു ചിന്ത വെച്ചിട്ട് അതിന്റെ ആ ഒരു പെർഫെക്ഷനിസം, അതിന്റെ കൂടുതൽ നേടാൻ വേണ്ടിയിട്ട്, കൂടുതൽ വ്യക്തതയോടുകൂടി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. മറ്റേ വ്യക്തിക്ക് അവന് ആ പരിമിതമായ അറിവ് വെച്ചിട്ട് അവൻ അതില് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കറക്ഷൻസ് വരുത്തി അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോ എവിടെയാണ് നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിവ് നേടിയിട്ടുണ്ട്, അതാണ് പ്രശ്നം. അത് നേടുന്തോറും നിങ്ങൾക്കത് കൂടുതൽ അറിഞ്ഞിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സംശയം വരികയും ആ ചെയ്യാനുള്ള ധൈര്യം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോവുകയും ചെയ്യും. ശരിക്ക് നിങ്ങളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ അല്ല നോക്കേണ്ടത്. നിങ്ങളൊരു തമ്മിൽ ഭേദമായിട്ടുള്ളൊരു പ്ലാൻ നോക്കിയിട്ട് അതങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം ആ പെർഫെക്ഷനിസത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കാതെ പുറത്തോട്ട് വരാനായിട്ട് നോക്കുക. കാരണം